പരമാവധി. കാരണം ഇന്ന് കാണുന്ന വണ്ടി നാളെ കാണിയല്ല. അത് കാരണം ഞങ്ങൾ അത് പറിച്ചെടുക്കും. ഭയങ്കര റിസ്ക് എടുത്താലേ ഇവിടെ റിസ്ക് ഉണ്ട്. പിന്നെ ഓരോ ആനപ്പീഠത്തിനകത്ത് 5 കിലോ അണ്ടിയെങ്കിലും ഉണ്ട്. അത്രയുണ്ട്. അന്നേരിക്കും പായിച്ച് ഞാൻ വണ്ടിയിട്ട് ചാടി പാഞ്ഞതാണ്. തൂക്ക് കമ്പീന്റെ അടി കിട്ടിയിട്ട് ആന റോഡേ വരുന്നു. പേടിയൊക്കെ ഉണ്ട്. എന്നാലും കൺമുമ്പിലൊക്കെ കണ്ട വീണ് ബോധം കെട്ട് പോന്നല്ലാണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റൂല. ഇവിടെ കാണാതിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാവിലെ പണിക്ക് ഇറങ്ങുമ്പോ കാടല്ലേ ആന കുറെ നേരം ചിഹ്നം വിളിച്ച് ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലേ. ജീവിക്കോ പിന്നെ കുടുംബം വരണ്ടേ. എല്ലാ ദിവസവും ആന വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. വൈകുന്നേരം വരെ ഞങ്ങള് അണ്ടി പേർക്കും മോന്തി ആയാൽ അവരും രാത്രി അപ്പൊ ഇതിപ്പോ അതുകൊണ്ട് അണ്ടി കിട്ടാനില്ല. ഞങ്ങൾക്ക് നമ്പറത്തെ കാര്യങ്ങൾ ആർക്കും അറിയില്ല. കഷ്ടപ്പാടുണ്ടല്ലോ. പിന്നെ ഒരു നല്ലൊരു കഷ്ടപ്പാട് തന്നെ നമ്മുടെ തൊഴിലാളികൾ സഹിച്ചിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് തരുന്നത്. ജീവൻ പണയം വെച്ചിട്ടാണ് അവരൊക്കെ ഈ തൊഴിലെടുക്കുന്നത്. ചിലപ്പോൾ ആന ഉണ്ടാവും, അതിനെ ശ്രദ്ധിക്കണം. പിന്നെ അതിന് ഭക്ഷണങ്ങളെ കാര്യങ്ങൾ അത് കുരങ്ങെടുത്ത് വന്ന് നോക്കണം. ചിലപ്പോൾ കുരങ്ങ് വന്നിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അന്ന് അവരെ പട്ടിണിയാണ്. ആരോട് ഒന്നും പരിഭവം പറയാതെ തന്നെ അവർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരുകൊണ്ടാണ് നമ്മൾ ആരുടെ ഫാമിലുള്ള കഷ്ടപ്പാട് പുറത്തുള്ളവർക്ക് ശരിക്കും അറിയില്ല. ഈ റിസ്ക് എടുത്ത് വെക്കുന്നത് ഫാം മുന്നോട്ട് പോകണം, അതുവഴി അവരെ ഒരു ജീവിത നിലവാരം ഉയർത്തണം എന്നുള്ള രീതിയിലാണ് അവർ. ഉച്ച കഴിഞ്ഞ് നല്ലോണം അണ്ടി വീഴും. അത് രാവിലെ പെറുക്കാന്ന് വിചാരിച്ചാൽ കിട്ടൂല. രാവിലെ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. എല്ലാം ആന പെറുക്കി തിന്നു കളയും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. ആർളം ഫാമിനെ കുറിച്ച് നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ആർളം കാഷ്യൂസ്, അതായത് ആർളത്തെ പ്രസിദ്ധമായ കാഷ്യൂസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എത്രത്തിലാണ് ആർളം ഫാമിനുള്ളിൽ ആളുകൾ ഈ ഒരു കാഷ്യൂസ് പോയി കളക്ട് ചെയ്യുന്നതെന്നും അത് പ്രോസസ്സ് ചെയ്യുന്നതെന്നും പിന്നീട് അത് വിപണിയിലേക്ക് എത്തുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളത് ചെയ്തത്. അപ്പം അത് ഒരു വർഷം കഴിഞ്ഞ് നമ്മളത് ചെയ്തിട്ട് അത് ഒത്തിരി പേര് കാണുകയും ചെയ്തു. ഏതായാലും നമ്മൾ ആർളം കാഷ്യൂസിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റുള്ള കാഷ്യൂസാണ്. പ്രത്യേകിച്ച് ഒരു വളമോ വിഷമോ ഒന്നും ചേർക്കാത്ത വളരെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ആർളം കാഷ്യൂസ്. അപ്പോൾ അത് എത്ര റിസ്ക് എടുത്താണ് ആളുകൾ ഈ ഫാമിനുള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് കാട്ടാനയൊക്കെ ഉള്ള പ്രദേശത്തു നിന്നൊക്കെ എത്ര റിസ്ക് എടുത്താണ് ആളുകൾ അത് കളക്ട് ചെയ്യുന്നതെന്നുള്ളതും പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ബ്ലോക്ക് 5 ഏറ്റവും ഭയങ്കര കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഏതായാലും ഇവിടുത്തെ ആ ഒരു തൊഴിലാളികളൊക്കെ എങ്ങനെയാണിത് കളക്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മളിന്ന് ഈ ഒരു ഫാമിനുള്ളിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. കശുവണ്ടി കഴിക്കാത്തവരായിട്ട് നമ്മൾ ആരും ഇല്ലല്ലേ. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. ആർളം ഫാമിലെ ബ്ലോക്ക് 5 ഇങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു നേർക്കാഴ്ച കേട്ടോ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മുഴുവൻ സമയവും ആനയുള്ളൊരു പ്രദേശമാണ്. ഞാൻ തന്നെ വളരെ റിസ്ക് എടുത്താണ് ഈ പ്രദേശത്തേക്കൊക്കെ വന്നിരിക്കുന്നത്. പോരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ആനപ്പിണ്ടവും മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ 2 ദിവസം മുന്നേ ആന മറിച്ചിട്ട ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതുപോലെ നിരവധി തെങ്ങുകൾ ആന ഈ ഒരു ഫാമിനുള്ളിൽ മറിക്കുന്നുണ്ട്. അത് നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 100 കണക്കിന് 1000 തെങ്ങുകൾ ആണ് ആന ഓരോ വർഷവും മറിച്ച് കളയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കശുവണ്ടി എങ്ങനെയാണ് ആളുകൾ കളക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബ്ലോക്ക് 5 ഏകദേശം പുഴയുടെ സൈഡിലായിട്ടുള്ളൊരു പ്രദേശമാണ് നിൽക്കുന്നത്. ആനകളൊക്കെ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ഇതാണ് കശുമാവ് എന്ന് പറയുന്നത്. കശുവണ്ടി നമുക്ക് ഈ ഒരു മരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏതായാലും നമുക്ക് ആളുകളെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതൊക്കെ ചേച്ചിമാർ കശുവണ്ടി പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നത് ഇതാണ് ഇതിൻ്റെ കശുവണ്ടിയുടെ മാമ്പഴമാണിത്. ഇതിൻ്റെ അകത്ത് ഒരു കശുവണ്ടി മാത്രം ഇരിഞ്ഞെടുത്തിട്ട് ആണ് ഇവരെടുക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ എടുക്കുന്നില്ല. ഇതുപോലെ കുന്നും മലയും കാടൊക്കെ കയറിയാണ് ഇവർ ഈ കശുവണ്ടി പറിക്കുന്നത് കേട്ടോ. അല്ല, ഇതിൻ്റെ മുകളിലത്തെയൊക്കെ കാട് ഇതൊക്കെ ഈ വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതൊക്കെ തെളിക്കുകയുള്ളൂ. കാരണം നിരന്തരം ആനയുള്ള പ്രദേശമായതുകൊണ്ട് കശുവണ്ടി സീസണിൽ മാത്രമേ ഇവർ തെളിക്കുകയുള്ളൂ കേട്ടോ. ബാക്കി സമയത്തൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശമൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആന കേട്ടോ. ഈ കശുവണ്ടി ആന വല്ലാണ്ട് പറിച്ച് തിന്നുന്നുണ്ട്. ആനയ്ക്ക് കശുവണ്ടി വളരെ അധികം ഇഷ്ടമാണ്. അപ്പോൾ ആന കശുവണ്ടി പറിച്ച് തിന്നുന്നുണ്ട് തന്നെ ചേച്ചിമാർ ഈ കശുമാവേലുള്ളതും കൂടെ ഇവർ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നേരത്തെ ഉള്ള പണിക്കാരനാണ് കാന ഒടിച്ചിടുന്നു കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജിജു. ഇതെന്താ ചേട്ടാ അമ്പും വില്ലും പടക്കമൊക്കെ ആയിട്ട് കുരങ്ങനെ ഓടിക്കാനായിട്ടല്ല ഇതാണ്. ഈ പടക്കം ആനയ്ക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വടക്കം പൊട്ടിക്കുക, എന്നിട്ട് അണ്ടി വെറുക്കുന്നവരപ്പുറം അങ്ങനെ ഇത് പോവാന്നല്ലേ. ആന ഉണ്ടാകാറുണ്ടോ? ആന ഇടക്ക് ഉണ്ടാവാറുണ്ടല്ലേ. ഭയങ്കര റിസ്ക് എടുത്താലേ ഇവിടെ റിസ്ക് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. കൂടുതലും സ്ത്രീകളാണല്ലോ അതിനകത്ത് അണ്ടി വെറുക്കുന്നത്. അപ്പൊ ചേട്ടനപ്പം ഇങ്ങനെ ഈ സ്ഥലം വാച്ച് ചെയ്തുകൊണ്ട് നടക്കൂലേ? നമ്മള് അവരെ മൊത്തം റൗണ്ട് അടിക്കും. നമ്മൾ 4-ആളുണ്ടേലും ഒരാള് സൂപ്പർവൈസറായിട്ട് അങ്ങോട്ട് പോയി. ഇപ്പൊ 3 ആളുണ്ട്. ആന ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കി നടക്കൂലേ? എന്തെങ്കിലും ഇങ്ങനെ ആന ചേട്ടൻ ഓടിക്കാൻ പോയപ്പോ ഉണ്ടായിട്ടുണ്ടോ? എന്നെ ഒരിക്കൽ പായിച്ച് ഞാൻ വണ്ടിയിട്ട് ചാടി പാഞ്ഞതാണ്. അതെ. എപ്പോ പകല്? രാവിലെ 6 മണിക്ക് ഡ്യൂട്ടി ഇട്ടായിരുന്നു. ആ സമയത്ത് വന്നപ്പോ പിന്നെ ആന താരങ്ങ റോഡ് വരുന്നു. അപ്പം ചെറിയൊരു ചാരൽ മഴയുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവര് ആന വരുന്ന കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നു, ഈ പള്ളി അങ്ങനെ ഇങ്ങോട്ട് വരുന്നു, ഇവരങ്ങോട്ട് വന്ന് തമ്മിൽ കാണുന്നില്ല. ഈ തൂക്ക് കമ്പീൻ്റെ അടി കിട്ടിയിട്ട് ആന റോഡേ വരുന്നു. അപ്പം തൊട്ട് അടുത്തടുത്തെത്തി ഞാൻ വണ്ടിയും ചാടി നേരെ താഴെ തിട്ടിൻ്റെ നേരത്തെ ചാടി. ആന കുറേ നേരം ചിഹ്നം വിളിച്ച്. അപ്പോൾ ഇങ്ങനെ വരുന്നവര് വെച്ച് എന്നെ എടുത്ത് ചാടിയതാണ്. പക്ഷേ ഈ മഴക്കോട്ട് ഇതുള്ളതുകൊണ്ട് ആ തുള്ളുന്ന ഈ ഷീറ്റല്ലേ അതങ്ങ് പാറി പോയില്ലേ? ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലേ. ജീവിക്കണ്ടേ അല്ലേ? ജീവിക്കോ, പിന്നെ കുടുംബം വരണ്ടേ. ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് അൽഫാം 12-ാം ബ്ലോക്ക്. നമ്മളേതായാലും ഈ ചേട്ടൻ്റെ കുളത്തിൽ ഈ പ്രദേശത്ത് ഈ സ്ഥലത്തുനിന്ന് പോവാ കേട്ടോ. ഇതൊക്കെ ആന സ്ഥിരം വന്ന് കുത്തുന്ന പ്ലാവാണ്. എനിക്ക് അതിലൊക്കെ കുത്തിയ പാടുകളൊക്കെ കാണാം. ചക്ക പറിക്കാനായിട്ട് ആന കുത്തുന്നുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ ഒരു പ്രദേശം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒന്നും കാണാനില്ല. തെങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മൊത്തം കാട് പിടിച്ചു കിടക്കും കേട്ടോ. ചൂടും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ആന വെള്ളം പിടിക്കാനൊക്കെ വരുമായിരിക്കും അല്ലേ? ഇത് ചുറ്റും പുഴയല്ലേ, അപ്പൊ അങ്ങനെ ഇതില് സൈഡിലുണ്ടാവും സാധ്യതയുണ്ട് അല്ലേ? ഇതിന്റെ താഴെ ചിലപ്പോ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ തീ കത്തിയോണ്ട് ചിലപ്പോ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? രണ്ട് സ്ഥലത്ത് രണ്ട്. എന്നാലും ഗ്യാരണ്ടി ഒന്നും ഇല്ല. അതെ അതെ അതെ, എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ? ഗ്യാരണ്ടി ഒന്നും ഇല്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞ പോലെ കാട് പിടിച്ച് കിടക്കുന്ന രണ്ട് സൈഡ് നമുക്ക് കാണത്തില്ല കേട്ടോ. ഇതിന്റെ അപ്പുറം എന്തായാലും നിന്നാ അറിയൂലല്ലേ? ഇല്ല. ഇത് ഈ കശുവണ്ടി സീസണിൽ മാത്രമേ തളിക്കൂളായിരിക്കും അല്ലേ? ഇങ്ങോട്ടുള്ള കശുവണ്ടി സീസണേ ഉള്ളൂ. ഇവിടെയൊക്കെ തെങ്ങ് എത്തുന്നുണ്ടോ? തെങ്ങ് എത്തുന്നുണ്ട് ഉണ്ടല്ലേ? ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടില്ല. ആന മാത്രമുള്ളോ? ഈ പാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? പാമ്പ് വലിയ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ആടേക്ക് കഴിഞ്ഞ പ്രാവശ്യം ആടത്തെ പിന്നെ സാദിക്കിന്റെ ആട്ടിനെ പിടിച്ചിന്ന് നടന്നുണ്ട് പെരുമ്പാമ്പാ. ഞാൻ പെരുമ്പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതാ ചോദിച്ചേ. ഈ പടക്കം ഇപ്പൊ അറിഞ്ഞും കൂടാ. കാരണം വെച്ചാൽ ഇത് വേഗം തീ കയ്യിലെത്തൂലേ? അല്ല, ഇത് വേഗം കരിയിൽ കത്തിപ്പോന്ന വെച്ചാല് ഭയങ്കര പൊരിയായിരിക്കും. മറ്റേ വലുതാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് തൊട്ട് താഴെയൊക്കെ ചേച്ചിമാർ ഒന്ന് കശുവണ്ടി വറുക്കുന്നുണ്ടല്ലോ. ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ എവിടെയെങ്കിലും ആന വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഓടിച്ചു വിടുക, നോക്കുക എന്നുള്ളതാണ് ഈ ചേട്ടൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇതിലിങ്ങനെ വണ്ടി പോവോ? വണ്ടി പോകും അല്ല. ഇത് ഓടിച്ചാൽ ഇന്നലെ അതേ അതല്ല, ഇത് കുത്തിയേ ഞാൻ നൂറ്റിയതാ. അവിടെ കൊമ്പത്താണെങ്കിൽ വലിയ ആനയാണ്. ഞാൻ നൂറ്റിയതാ. ഇവിടെ നിലത്തൊക്കെ പുല്ലൊക്കെ ഇതാ ദേഷ്യത്തിന് ചെയ്യുന്നല്ലേ? ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ? ഇതില്ലേ അങ്ങ് ആ സൈഡിലല്ലേ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഉണ്ടാവും. കാരണം നേരെ താഴെ കുളമുണ്ടല്ലോ. ഇവരൊന്നാമത് ചൂട് മാത്രം മയക്കുകൊണ്ടേ
അതെ അതെ. ഇത് കൊടുത്തവരെ. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും നിന്നാൽ തന്നെ കാണൂല. ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇവർ സമ്മതിക്കണം. ആനയൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള വഴിയൊക്കെ നമുക്ക് കാണാം. ആന ഈ താഴേക്കാണ് പോയേക്കുന്നത്. ഇന്നലെ രാത്രി കുത്തിയ പാടാണ് കണ്ടത്. അപ്പം ആന സ്വാഭാവികമായിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ഇതൊക്കെ ആനയുടെ പരിപാടി ആയിരിക്കും അല്ലേ? ആ ചവിട്ടി മണ്ണ് അത് മുള്ളം പന്നിയുണ്ട്. മുള്ളം പന്നി. ആ ഇതൊക്കെ സ്ഥിരം പോകുന്ന വഴിയാന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം സ്ഥിരം പോകുന്നതാണ്. ഈ നിരക്കിൽ ഇങ്ങനെ സാധനം നിൽക്കുന്നുണ്ട്. അതെ അതെ. ആന ഓടിച്ചിട്ടേക്കുന്ന കേട്ടോ. ഇതിലെങ്ങനെ പോയാൽ അവിടെ എത്തും? ഇത് നമ്മൾ ഇറങ്ങി വന്നിട്ടില്ല. ആ ആറോട്ടി തന്നെ കയറും അല്ലേ? ആ ഇതിൽ കയറും. ഇതിൽ വന്നപ്പോൾ കണ്ടോ കേട്ടോ ഒരു ഉടുമ്പിന് ഉണ്ടോ. ഓ തട്ടിപ്പോയി. എന്നാ സ്പീഡാല്ലേ. നമ്മളിവിടെ വന്നപ്പോൾ വേണ്ട തൊട്ട് താഴെ നമുക്ക് തെങ്ങിൻ തോപ്പുകളൊക്കെ നിൽക്കുന്ന കാണാം. ഈ ഇവിടെയൊക്കെ തെങ്ങ് എത്തുന്ന കേട്ടോ. ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് ആന ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് വന്നത് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് ഇതൊരു ആഞ്ഞിലി മരമാണ്. ആഞ്ഞിലി മരത്തിൻ്റെ തോല് കംപ്ലീറ്റ് ആന വരച്ച് കളഞ്ഞിരിക്കുന്ന ഒരു രംഗം കേട്ടോ കാണുന്നത്. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തീയും കെടുത്തണം കേട്ടോ. അതാണ് വലിയൊരു റിസ്ക്കാണ്. കാരണം തീ പിടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ പൊരി വീഴുന്നുണ്ടോ എന്ന് നോക്കുന്ന കേട്ടോ ചേട്ടൻ. ആ ഇതിപ്പോൾ പൊട്ടിയ സാധനമാണ്. കാണിച്ച് ഇപ്പോൾ പൊട്ടിയ സാധനം കണ്ടോ. ഇതിങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ ഉള്ള റിസ്ക് കേട്ടോ. അത് കാട്ടുതീ വലിയൊരു തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതും ഇവരുടെ ഒരു ഉണ്ടോ അത് കെടുത്തുന്ന കേട്ടോ. നമ്മളിപ്പോൾ വന്ന പ്രദേശത്ത് നിന്ന് നേരെ ചേച്ചിമാർ കശുവണ്ടി മറക്കുന്ന ആ ഒരു സൈഡിലേക്ക് നമ്മൾ ക്രോസ് ഇറങ്ങും കേട്ടോ. ഇതൊക്കെ ആന മറിച്ചാ ഇതിൻ്റെ അകരമൊക്കെ ആന പൊട്ടിച്ചോട്ടോ. ആനയാന്ന് വിചാരിച്ചിട്ടില്ലേ. ഈ കശുവണ്ടി മുള്ളമ്പന്നി നിന്ന് അണ്ടി കടിച്ച് പൊട്ടിച്ചല്ലേ. നമുക്ക് മുള്ളമ്പന്നിയുടെ പരിപാടി കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് തിന്നു കേട്ടോ. വളരെ റിസ്ക് എടുത്താണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പടക്കം പൊട്ടിച്ചപ്പോൾ ചേച്ചിമാർ പേടിച്ചു പോയി. ആന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചിമാർ ചേച്ചിമാർ പറഞ്ഞു അങ്ങോട്ട് ഓടണ്ടേന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഈ പുഴ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തൊക്കെ ജനവാസ മേഖലകളാട്ടോ. നമുക്ക് അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് മുള്ളമ്പന്നിയുടെ കാഷ്ടമാണ് കേട്ടോ. മുള്ളമ്പന്നി നല്ല രീതിയിലുണ്ട്. ഈ കാണുന്നത് ആന വെള്ളം കുടിക്കാൻ പോകുന്ന റൂട്ടാട്ടോ. അത് ഇതിലാണ് ആന ഇറങ്ങി പോകുന്നത് പുഴയിലേക്ക്. ഇതൊക്കെ ആന പോകുന്ന വഴിക്ക് മറിച്ചിടുന്നതാണ് കേട്ടോ. ഈ കാണുന്ന കമ്പൊക്കെ ഇവിടെയൊക്കെ നിന്നുണ്ടല്ലേ. ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് കണ്ടോ. ആനപ്പിണ്ടം കണ്ടോ. നല്ല തണലായതുകൊണ്ട് AC അല്ല ഇവിടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആന നിൽക്കുക കേട്ടോ. ഒന്നാന്തരം പുഴ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഇറങ്ങി ആന വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ. അതിലേക്ക് നടന്നു പോയ പാടുകളൊക്കെ കാണാം. ഇതൊക്കെ ആന ചവിട്ടി ഇറങ്ങി നടന്ന പാടുകളൊക്കെയാണ് കേട്ടോ. സ്ഥിരം വരുന്ന കേട്ടോ. ഇത് മിനിയാന്ന് പോയത് എന്തല്ലേ. മനോഹരമായ ഒരു പുഴയാണ്. ആനപ്പിണ്ടം കേട്ടോ. അത് ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് നിറയെ കശുവണ്ടി കിടക്കുന്നത് നമുക്ക് കാണാം. പിണ്ടത്തിൻ്റെ അകത്തൊക്കെ കശുവണ്ടി കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ട ചേച്ചിമാർ പെറുക്കി കൂട്ടിയ കശുവണ്ടിയൊക്കെ ഇതുണ്ടോ. കശുവണ്ടി പെറുക്കി വെച്ചിരിക്കുന്ന രംഗമായിട്ട് കാണുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തൂക്കി നോക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെയാണ് കശുവണ്ടി ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ഗോഡൗണാണ്. ഉണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടെന്നാ. ഇവിടെ ചേച്ചിമാർ കശുവണ്ടി പേർക്കുന്നുണ്ട് കേട്ടോ. എത്ര മണി വരെയുണ്ട് വൈകിട്ട്? 4 വരെയാ. നിങ്ങളുടെ പേരൊക്കെയെന്ന് പറയാമോ? എൻ്റെ പേര് എൽസമ്മ. ഞാൻ സൂപ്പർവൈസറാണ്. ആ ചേച്ചിയുടെ? എൻ്റെ പേര് മഞ്ജുള. ചേച്ചിയുടെ? എൻ്റെ പേര് ബാലാമണി. നിങ്ങൾ എത്ര മണിയാകുമ്പോൾ തുടങ്ങും? രാവിലെ 8:30 തുടങ്ങും അല്ലേ? വൈകിട്ടോ? 4:30 വരെ. 4:30 വരെ. കഴിഞ്ഞ വർഷം 8:30 തന്നെയാണ് തുടങ്ങിക്കൊണ്ട് ആണല്ലേ? രാവിലെ വരുമ്പോൾ ഇവിടെ ആനയൊക്കെ ഉണ്ടാവുമോ? ഇടയ്ക്ക് ഉണ്ടാവും. ഇടയ്ക്ക് ഇപ്പൊ ഈ ചെത്തുകാരൊക്കെ ഉണ്ട് കൊണ്ടു കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്കൊക്കെ ആനന്റെ പട്ടു പോന്നെ. ഓഹോ. ആനയൊക്കെ ഓടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ സമയത്ത്? ആ സമയത്ത് ഞങ്ങളെ മാറ്റി നിർത്തും. മറ്റേ പടക്കം പൊട്ടിക്കുന്ന ചേട്ടന്മാരല്ലേ?
പടക്കം പൊട്ടിച്ചാൽ ആന പോവോ? ആന പോകാറുണ്ട്. പിന്നെ ഫാമിന്റെ വകയായിട്ട് ഫാമി ആൾക്കാർ സെക്യൂരിറ്റി ഓഫീസിലടക്കം മറ്റേ അവർ വന്ന് ഓടിക്കാറുണ്ട്. അപ്പോൾ ഓടിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പം ഒന്നിൻ്റെ അവിടെ ആനയുണ്ട്, ഞങ്ങൾ മാറ്റി നിർത്തുകയും ഇവർക്ക് വേണ്ടത് സുരക്ഷിതത്വം ഇന്ന് വരെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല റിസ്ക് അല്ലേ പണി? അതെ അതെ അല്ലേ. പകലും ആനയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വൈക്കുന്ന സമയത്തെല്ലാം ആനയെ കണ്ടിട്ട് ഞങ്ങൾ കുറെ ദിവസം ഓടിയിട്ടുണ്ട്. ഞങ്ങളും അങ്ങനെയൊക്കെ ഓടിയിട്ടുണ്ട്. ആന മാത്രമാണോ മറ്റു ജീവികളൊക്കെ എന്തെങ്കിലും? അതുണ്ട്, മലാനുണ്ട്, പിന്നെ ഉള്ള പന്നിയൊക്കെ ഉണ്ട്. പന്നിന്റെ ഇതിൽ കുറെ ആളൊക്കെ വീണിട്ട് മുറി പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ ഈ പെരുമ്പാമ്പും അങ്ങനത്തെ അതുകൊണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ ഈ നിലത്തുനിന്ന് വറക്കാൻ പോകുമ്പോ കണ്ടിട്ടുണ്ടോ? ഇതിൽ തന്നെ ഉണ്ട്. ആണല്ലേ. എല്ലാം കൊണ്ട് നിങ്ങൾ ഭയങ്കര റിസ്ക് എടുത്ത് തന്നെയല്ലേ ഈ പണി ചെയ്യുന്നല്ലേ? ഒരു ദിവസം നിങ്ങൾ എത്ര കിലോ അണ്ടിയൊക്കെ പറക്കും? ഇപ്പം അണ്ടി കുറവാണ്. ഇപ്പൊ ഒരാൾ പെറുക്കുന്ന 10-15 കിലോ ഒക്കെ പെറുക്കും. പിന്നെ ആദ്യമൊക്കെ 10-45 കിലോ അണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഭാഗമൊക്കെ ഒഴിവുണ്ട്, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ പറക്കുന്നൊക്കെ ആ ഒരു ഇതിനകത്തോണ്ടേ എന്നിട്ട് പാലപ്പുഴ വണ്ടി വന്നു അവിടെ കൊണ്ടുപോകും, ഗോഡൌണിലേക്ക് പ്രോസസ് ചെയ്യുന്നിടത്തോളം അല്ലേ. ഇപ്പൊ എത്ര വർഷമായി നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 43 വർഷവും 7 മാസവും. ഞാൻ ഈ മാസം 43 വർഷമായിട്ട് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. അതെ. 43 വർഷവും 7 മാസവും ഈ മാസമായപ്പോൾ ഞാൻ ഈ മാസം 31-ന് റിട്ടയറാണ്. ഇത് ശരിക്കും ഒരു സർക്കാർ ജോലിയും കൂടെ അല്ലേ? അതെ. ആണല്ലേ. അപ്പൊ ഈ 43 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ടാവൂലേ? കുറെ ഉണ്ട്. ചരിത്രങ്ങൾ എഴുതാൻ മാത്രമുണ്ട്. എല്ലാം കഷ്ടപ്പെട്ട് കരിഞ്ഞ് വിളിച്ച ഇവിടെ എത്തി. 43 വർഷം മുന്നേ പറയുമ്പോ അപ്പൊ ആദ്യം ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലായിരുന്നു. പിന്നെ 6 രൂപ 45 പൈസ അന്നുണ്ടായിരുന്നുള്ളൂ കൂലി. ഞാൻ എത്ര നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി? ഇപ്പൊ ഞങ്ങക്ക് 30-ന്റെ മുകളിലുണ്ട്. ഇപ്പൊ ഈ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആനയെ കണ്ട് പേടിയൊക്കെ പോയി കാണൂലേ? അത് പറയണ്ട, പേടിയൊക്കെ ഉണ്ട്. എന്നാലും കൺമുമ്പിലൊക്കെ കണ്ട വീണ് ബോധക്കെട്ട് പോന്നല്ലാണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റൂല ഇവിടെ. അതുപോലെയാണ്. കാണാതിരിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ പണിക്കിറങ്ങുമ്പോ. കാടല്ലേ. അതെ അതെ. രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇൻട്രോയിലൊക്കെ? 10 മണിക്ക് കാപ്പി കുടിക്കാൻ കയറ്റും. 10:15 വരെയാണ് സമയം. 10:15 ശേഷം ഒരു കാപ്പി കുടിച്ചിറങ്ങുന്നു. പിന്നെ 12:15. പിന്നെ 1 മണിയാകുമ്പോൾ ജോലിക്ക് ഇറങ്ങണം. പിന്നെ 3 മണിക്ക് 10 മിനിറ്റ് ചായക്ക് സമയമുണ്ട്. പിന്നെ 4:30. അങ്ങനെയല്ലേ. നിങ്ങൾ എത്ര ഈ ഒരു ഏരിയയിൽ ഇപ്പൊ എത്ര പേരുണ്ട്? വളരെ ആള് കുറവാണ് ഇന്ന് വന്നേക്കുന്നത്. എന്നാലും മൊത്തത്തിൽ 25-ന്റെ മുകളിൽ. ഈ ആന അണ്ടി പറക്കി തിന്നുന്നോണ്ട് ഇന്നലെ നല്ല അണ്ടിയായിരുന്നു. പക്ഷെ ഇന്നലെ കണ്ടേച്ച് പോയ അണ്ടി ഇന്ന് വരുമ്പോ ഇല്ല. ആന പറക്കി തിന്നുന്നുണ്ട്. ഒരു ആനപ്പിണ്ടത്തില് കുറെ അണ്ടികൾ ഇങ്ങനെ കിടക്കുന്ന കാണാം. എന്നല്ലാതെ നമുക്ക് ഒന്നുമില്ല. നമ്മളെ കയ്യെത്താവുന്ന ദൂരമൊക്കെ നമ്മൾ പറിച്ചെടുക്കും. പരമാവധി. കാരണം ഇന്ന് കാണുന്ന അണ്ടി നാളെ കാണിയല്ല. അത് കാരണം ഞങ്ങളത് പറിച്ചെടുക്കും. ഈ കാണുന്നത് പാലപ്പുഴ റോഡാണ്. നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ കാണാം ആനപ്പിണ്ടം കിടക്കുന്നത് കാണാം. ആനപ്പിണ്ടം എന്ന് മാത്രമല്ല, ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് മുഴുവൻ കശുവണ്ടികളാട്ടോ. ഇഷ്ടംപോലെ കശുവണ്ടി കാണാം. ഇതുണ്ടോ? ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് മുഴുവൻ ആനയായിരുന്നു കേട്ടോ. മരം കംപ്ലീറ്റ് ആന ഇതിൻ്റെ തൊലി മൊത്തം തിന്നാ കേട്ടോ. കശുവണ്ടിയുടെ തൊലി കംപ്ലീറ്റ് വന്നു. ഈ മരം ഇനി ഇത് ഉണങ്ങിപ്പോയില്ലേ ഇനി? അതെ അതെ. ഇങ്ങനെ കേട്ടോ കൃഷി നശിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്ന ആന. ഇങ്ങനെ പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഇവിടെ ഈ ഫാം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. ഒരാഴ്ച മുന്നേ ആന മറിച്ചാട്ടോ ഈ തെങ്ങ്. ഇതുണ്ടോ? കറണ്ട് കമ്പിയുടെ മുകളിലോട്ടാണ് കിടക്കുന്നത്. പക്ഷെ അന്ന് കറണ്ട് ഇല്ലായിരുന്നു. ഇതെങ്ങനെയാ അങ്ങോട്ടെത്തി? അവിടെ തങ്ങി നിന്നുകൊണ്ട് ആന തള്ളി അങ്ങോട്ടേക്ക് താഴേക്ക് വിടാൻ വേണ്ടിയിട്ട്. തള്ളിയിട്ടിട്ട് അങ്ങ് ഭാഗത്തേക്ക് വട്ടം ഓടിച്ചു കേട്ടോ. ചോട്ടിന്ന് കിട്ടാഞ്ഞിട്ട് വട്ടം ഓടിച്ചേക്കാം നീ കാണുന്നത്. ഇത് ചെത്തുന്ന തെങ്ങായിരുന്നല്ലേ? നല്ല നമ്പർ ഇട്ടാ കണ്ടോ ചോദിച്ചോ? പിന്നെ കിടക്കുന്നുണ്ടോ? മൊത്തം വണ്ടിയുടെ ഒരു കൂട്ടം ആനയുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ ആനയുണ്ടെന്ന് പറഞ്ഞാൽ ആനയുടെ പിണ്ടം കിടക്കുന്നത് നമുക്കിവിടെ കാണാം. ആനപ്പിണ്ടമാണെന്ന് പോലും തോന്നിയില്ല കേട്ടോ. അത് ആന വരിക്കുന്ന കേട്ടോ. തോല് കളഞ്ഞല്ലേ? കംപ്ലീറ്റ് തോല് കളഞ്ഞേക്കുന്ന കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? സാവിത്രി. എത്ര വർഷമായി ചേച്ചി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 16-ാമത്തെ വർഷം. 16-ാമത്തെ വർഷം. എന്നും എത്ര മണിയാകുമ്പോൾ തുടങ്ങും രാവിലെ? ഞങ്ങൾ 8:30 അല്ലേ? ആനയൊക്കെ മുമ്പിൽ പെടുന്നുണ്ടോ? അയ്യോ, ആനേനെല്ലാം കാണുന്നുണ്ട്. അല്ലേ?
ഞങ്ങളുടെ വണ്ടി ഓർക്കുന്ന സമയത്തൊക്കെ ആന ഇന്നുണ്ടാവും. ഇത് ഓടിച്ച് വലിച്ച് എല്ലാം ഓടിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ ഇവിടെയൊക്കെ എല്ലാം ആന കാണുന്നുണ്ട്. ആണല്ലേ? നേരെ നിങ്ങൾ ഓടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ അന്നേരം മാറി മാറി പോകും അങ്ങനെ. അല്ലാണ്ട് പിന്നെ അങ്ങ് സൈഡിലുള്ള ഞങ്ങൾ ആന വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം വലിച്ചു പൊടിച്ചിട്ടേ പിന്നെ ആനപ്പിണ്ടൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഒരുപാട് അണ്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാ ദിവസവും ആന വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. വൈകുന്നേരം വരെ ഞങ്ങള് അണ്ടികൾക്കും മോന്തി ആയാലും അവരും രാത്രി അവരാ പകുതി പകുതി അല്ലേ ഇപ്പൊ? പകുതി പോയി. അതുകൊണ്ട് അണ്ടി കിട്ടാനില്ല ഞങ്ങൾക്ക്. പകുതി അണ്ടിയെങ്കിലും ആന പിന്നെ ഓരോ പിന്നെ ആനപ്പിണ്ടത്തിനകത്ത് 5 കിലോ അണ്ടിയെങ്കിലും ഉണ്ട്. അത്രയും ഉണ്ട്. ആണല്ലേ? അങ്ങനെയാ ഉള്ളത്. ഒരുപാട് വലിയ മാങ്ങ ഇത് അണ്ടി തന്നെയാ തിന്നുന്നത്. അത് കണ്ടില്ലേ? എത്രയുണ്ട് നോക്കിയേ. ഇതുണ്ടോ? ഇതാ വലിയ അണ്ടി തന്നെയാ തിന്നത്. കണ്ടോ? കണ്ടോ? ഇതിനകത്ത് എത്രയാ ഉള്ളത് നോക്കിയേ. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് അണ്ടി കിട്ടുക. ഇങ്ങനെയാ ഉണ്ടാവുക. മറ്റ് ജീവികളൊക്കെ മാനുണ്ട്. പിന്നെ വലിയ മാനുണ്ടാവും. വലിയ പിന്നെ ഈ മുള്ളം പന്നി പോലത്തത്. പിന്നെ മലയണ്ണാനില്ല ഇതിന്റെ മുകളിൽ നിന്ന് തന്നെ പറിച്ച് തിന്നുന്ന പച്ച അണ്ടി ആയിട്ട് ഇങ്ങനെ കത്തിയും കൊണ്ട് കീറിയ പോലെ ഉണ്ടാവും ഇത് ഇട്ടിട്ട്. അതുകൊണ്ട് അണ്ടി ഉണ്ടാവൂല പെറുക്കി തിന്നാൻ. നമുക്ക് പെറുക്കാനൊന്നും ഉണ്ടാവൂല. അങ്ങനെയുള്ള എല്ലാത്തിനെയും തരണം ചെയ്താണ് നിങ്ങൾ. പിന്നെ കുരങ്ങ്, എന്റെ അമ്മോ, കുരങ്ങിനെ കൊണ്ട് രക്ഷയില്ല. ഒന്നും ബാക്കിയില്ല. കുരങ്ങുണ്ടല്ലേ? കുരങ്ങുണ്ട്. കുരങ്ങ് ഞങ്ങളിവിടെ ഭക്ഷണം കൊണ്ട് വെച്ചാൽ എല്ലാം വലിച്ച് പറിച്ച് തിന്ന് ചിലപ്പോൾ ഞങ്ങൾ തിന്നാൻ വരുമ്പോൾ ഉണ്ടാവൂല. വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ച് നമ്മൾ തുണി പിന്നെ സഞ്ചി ചോറ് എല്ലാം എടുക്കും. അതെ, അവിടെ ഞങ്ങൾ ഭക്ഷണം വെക്കുന്നേ. അതെല്ലാം വലിച്ച് പറിച്ച് വെച്ചിട്ടുണ്ടാവും. കുരങ്ങ് എടുക്കാൻ നിൽക്കണ ഓലയും കൊണ്ട് വെക്കും, പ്ലാസ്റ്റിക് കൊണ്ട് കൊത്തി വെക്കും. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. ഭയങ്കര ശല്യ. ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. ഈ 16 വർഷത്തിനിടയ്ക്ക് ഇതിങ്ങനെ ഓരോ വർഷം കൂടുന്നവരും കൂടി വരും. ആദ്യം ഞങ്ങൾ വന്നപാട് ഇത്ര ശല്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ശല്യം. അതെ, വീട്ടിലും കണക്കാ, ഇവിടെയും കണക്കാ. ഫാമിന്റെ ഉള്ളിൽ തന്നെയല്ലേ അല്ലൂ. നിങ്ങളൊക്കെ ഫാമിലുള്ള? ഫാമിലുള്ള. ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ട് വന്നതാ ഇവിടെ. ചേച്ചിക്ക് ഏത് ബ്ലോക്കിലാണ് താമസിക്കുന്നത്? ഞാൻ 12. അവിടെ ആന ഉണ്ടോന്നോ? ഞങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാനില്ല അവിടെ. വലിച്ചു പറിച്ച് പിന്നെ ഞങ്ങൾക്ക് ഈ ഫാമിന്റെ വകയായിട്ട് ഒരു കുഴിയുണ്ട്. അവിടെയാ ഞങ്ങൾ ഇത് വെള്ളത്തിന് ഇട്ടേക്കുന്നത്. അപ്പൊ ആന ശല്യമുണ്ട്. അത് തന്നെ ഞങ്ങൾ വീട്ടിന്റെ അടുത്ത കുടിവെള്ളേ ഇല്ല. വെറും കലക്കുമ്പോഴാ കണ്ടാൽ തന്നെ. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടല്ലേ ഇതൊക്കെ? പിന്നെ ഞങ്ങൾക്ക് രാവിലെ വരുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. ആന അതിൽ പോയിട്ടുണ്ടോ ഇതിൽ പോയിട്ടുണ്ടോ ഭയങ്കര ശല്യം തന്നെ ആനയെ കൊണ്ട്. ഞങ്ങൾ പേടിച്ചോണ്ട് അന്ന് ഇതേപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പണിയെടുക്കുമ്പോ അന്ന് സുരേന്ദ്രനെ ആന ഓടിച്ചില്ലേ. ഞങ്ങൾ അത് കേട്ടതിന്റെ ഒറ്റ ഓട്ടം അങ്ങോട്ടേക്ക്. തൊട്ടപ്പുറത്ത്. അപ്പൊ ഇപ്പൊ കൈ ഇങ്ങനെ ഇട്ടേക്ക് കിടക്കുമല്ലേ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്റെ പേര് ശാന്ത. എന്നും ഇങ്ങനെ ആനയൊക്കെ ഉണ്ടാവോ? എപ്പോഴും ആനയുണ്ട്. എല്ലാ ദിവസവും ഇവിടെ വന്നാൽ അറിയാം ആന കയറിയത് എങ്ങനെയാ. ആന ഒന്നെങ്കിലും ആനപ്പണ്ടം കാണും, അല്ലെങ്കിൽ ആന ഇത് കമ്പെല്ലാം പിടിച്ചോടിച്ച് എല്ലാം തിന്നിട്ട് എല്ലാം കാണും. ആന എപ്പോഴും ആന വന്നതായിട്ട് നമുക്ക് കാണാൻ അറിയും. പകുതിയും ആന തിന്നു. പകുതിയും ആന തിന്നു കളയും. നമ്മള് ആന തിന്നതിന്റെ ബാക്കി നമ്മള് തപ്പിപ്പെറുക്കി എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരു ദിവസം കാണുന്ന കശുവണ്ടി നാളെ കാണില്ല. ഇല്ല. ഉച്ച കഴിഞ്ഞ് നല്ലോണം അണ്ടി വീഴും. അത് രാവിലെ പെറുക്കാന്ന് വിചാരിച്ചാൽ കിട്ടൂല. രാവിലെ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല. അല്ലാണ്ട് വീണ മാമ്പഴം ഒന്നും കിട്ടൂല. എല്ലാം ആന പെറുക്കി തിന്നു കളയും. ആനപ്പണ്ടത്തിൽ തന്നെ 1-2 കിലോ അണ്ടി ഉണ്ടാവും. വലിയ അണ്ടി മാത്രം ആന എല്ലാം പെറുക്കി വിഴുങ്ങിയിട്ടുണ്ടാവും. കൂട്ടത്തോടെയും വരും, ഒറ്റയ്ക്കും വരും. ഇവിടെ ഇപ്പൊ കറങ്ങുന്ന ഒരു ചെറിയ ആനയാന്ന് തോന്നുന്നു. ചെറിയ ആനപ്പണ്ട കാണുന്നത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോ ആന? നമ്മള് പോകുന്ന നോക്കിയാൻ തോന്നിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇങ്ങോട്ട് താഴേക്കാണ്ടാവും. ആ ഭാഗത്താ ഉണ്ടാവും ആന. ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ പോകുന്ന സമയം അറിയാൻ തോന്നുന്നു. അപ്പോഴേക്ക് നമ്മൾ പോകുന്നതിനെ ആനങ്ങ് ഇറങ്ങാൻ തുടങ്ങും. എല്ലാം പെറുക്കി തിന്നും. നമ്മൾ വരാനാകുമ്പോ ആന ഒരു ഭാഗത്ത് നീങ്ങും, നമ്മൾ പണി തുടങ്ങും. അങ്ങനെ പോകുമ്പോ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേ പോകും. എന്തെങ്കിലും ഒച്ച കേട്ടാല് ഞങ്ങള് കൂകോ എന്തെങ്കിലും ഒച്ചയിടും. മറ്റേ ചേട്ടന്മാര് പടക്കമായിട്ട് പോകുന്നുണ്ടല്ലേ? അവര് പടക്കം എടുത്തിട്ട് പോകും. പിന്നെ ചെത്തുകാരുണ്ട്, അവര് പടക്കെല്ലാം രാവിലെ വന്നാൽ പടക്കം പൊട്ടിക്കും. അവര് രാവിലെ വരുമല്ലോ, 6-6:30-7 മണിയാകുമ്പത്തേ അവരെത്തും. ആന അന്നേരം എവിടെയെങ്കിലും മരത്തിന്റെ വീട്ടിൽ വിശ്രമിക്കും. നമ്മൾ പോകുമ്പോഴത്തേക്ക് ആനയിങ് വരും. അങ്ങനെയാണ്. ഈ ഒരു ഭാഗത്തുനിന്നാട്ടോ വരുന്നത്. ആന ഇറങ്ങി വരുന്ന ചാലൊക്കെ നമുക്ക് കാണുന്നുണ്ടോ? ഇതിലേക്കാണ് ആന ഇറങ്ങി വരുന്നത് കേട്ടോ. വൈകിട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാനേ പറ്റിയല്ല. അതുപോലെ ആനകളുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഒരു പക്ഷേ ആന അവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടാവും. ഇവർ ഈ കശുവണ്ടിയൊക്കെ പറക്കി ഇവിടുന്ന് പോയി കഴിയുമ്പോഴായിരിക്കും ആന വരുന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അമൽ രൂപ്. ഇവിടെ ബ്ലോക്ക് 5ന്റെ ഇൻചാർജാണ്. സെൻട്രൽ നഴ്സറിയുടെ ഇൻചാർജ്. അല്ല, അപ്പോൾ എത്ര ആളുകൾ ഇപ്പോൾ ഇവിടെ വണ്ടി പറക്കുന്നത്? 26 പേര് ഈ ബ്ലോക്കിൽ വണ്ടി പറക്കാനായിട്ടുണ്ട്. പിന്നെ ഒരു 4 പേര് ഡ്യൂട്ടിക്കായിട്ട് നിൽക്കുന്നുണ്ട്.
അത് ആനയോ മറ്റോ കുരങ്ങ് ശല്യപ്പെടുത്താൻ. അപ്പോൾ അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ റൗണ്ട് ചെയ്യാനായിട്ട് 4 പേര് ഡ്യൂട്ടിക്കായിട്ടുണ്ട്. പോകുന്നുണ്ടല്ലേ? മെയിനായിട്ട് ഇപ്പം കശുവണ്ടി പെറുക്കിയെടുക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ പരമാവധി നമ്മൾ കളക്ട് ചെയ്യലാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ കൂടുതലും ആന രാത്രി വന്നിട്ട് ആന കളക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. ഡെയിലി കളക്ട് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് എത്തുന്നതൊക്കെ നമ്മൾ പറിച്ചെടുക്കും. അല്ലെങ്കിൽ രാത്രി ആന വന്നത് കുലുക്കിയിട്ട് പറിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പ്രൊഡക്ഷൻ കളക്ട് ചെയ്ത് വരിക. ഇത് എത്ര ഏക്കറുണ്ട് ഈ കശുമാൻ തോട്ടം എന്ന് പറയുന്നത്? കശുമാൻ തോട്ടം മാത്രമായിട്ട് നമുക്കിവിടെ 120 ഏക്കറിൻ്റെ അടുത്ത് ബ്ലോക്കിൽ ഇപ്പം നിലവിലുണ്ട്. പെറുക്കിക്കൊണ്ടിരിക്കുന്ന 120 ഏക്കറിൻ്റെ അടുത്തുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് എന്തേരം കശുവണ്ടി കിട്ടിയിരുന്നു? നമുക്ക് കഴിഞ്ഞ വർഷം ഇവിടെ നിന്നൊരു 16 ടണ്ണാണ് നമുക്ക് ബ്ലോക്ക് 5-ൻ്റെ മൊത്തം ടോട്ടൽ 35 ടൺ എടുത്ത്. 35 ടൺ അല്ലേ? അതായത് ഒരു 35 ടണ്ണെങ്കിലും ആനയും തിന്നുണ്ടാവും അല്ലേ? കഴിക്കുന്നുണ്ടാവും. അതിൽ കൂടുതലേ വരും. പിന്നെ ഓരോ വർഷവും അത് കശുമാവടക്കം കുറഞ്ഞു വരികയാണ്. ആന ഇപ്പോൾ ഓരോ നശിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്നത് ഓരോന്നൊക്കെ പൊളിച്ചു. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത വർഷത്തേക്ക് അതില്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പോകുന്ന പോക്കിലൊക്കെ നശിപ്പിച്ചിട്ടും പോകും, പൊട്ടിച്ചൊക്കെ ഇടും. പിന്നെ ഇവിടെ ഈ കശുമാവിന് വേറെ വളമോ അങ്ങനത്തെ സാധനങ്ങൾ വരുന്നുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇവിടെ. ഇപ്പോൾ വെച്ചാൽ നമുക്ക് ചാണകം അങ്ങനെയൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മുള്ളം പന്നി അതൊക്കെ തട്ടും. അപ്പോൾ അത് കശുമാവിന് ക്ഷീണം ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ പരമാവധി വഴക്കിയിട്ട് പെറുക്കിയെടുക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പം വേറെ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. അതായത് അപ്പോൾ ഈ കാഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. അതെ. നല്ല ഫാമിലി കാഷ്യൂ കൂടുതലാണ്. ധൈര്യമായിട്ട് എനിക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമുക്ക് തന്നെ പ്രോസസിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്ന് പ്രോസസ് ചെയ്തിട്ട് സാധനം സെയിലും ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ പ്രോസസ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ പ്രോസസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു പ്രോസസിങ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു ആവറേജ് 200 കിലോ വെച്ച് നമുക്ക് ഡെയിലി പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും. വിൽപ്പന നമ്മൾ 2 സെയിൽ കൗണ്ടർ ഉണ്ട്. നഴ്സറിയിൽ ഒരു സെയിൽ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറം തന്നെ ഒരു സെയിൽ യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ളത് ചെയ്യുന്നത്. പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് പുറത്തേക്ക് ചെയ്തു കൊടുക്കും. കൂടുതൽ ഇവിടെ തന്നെ കൂടുതൽ നമുക്ക് ഇവിടെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ നമുക്ക് തന്നെ തികയുന്നില്ല. പുറത്തേക്ക് ആളുകൾ അറിഞ്ഞു വരുന്നുണ്ട്. അത്യാവശ്യം ഇത് ബ്രാൻഡായി ബ്രാൻഡിൽ നമുക്ക് ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത്രയും ബ്രാൻഡ് ചെയ്ത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ക്യാഷ്യൂ നട്ട് ആണെങ്കിൽ പോലും ഇതിന്റെ പിന്നാമ്പുറത്ത് ഇത്രയും വലിയൊരു പിന്നാമ്പുറത്തെ കാര്യങ്ങൾ ആർക്കും അറിയില്ല. കഷ്ടപ്പാട് ഉണ്ടല്ലോ. പിന്നെ ഒരു എന്താ പറയാ, നല്ലൊരു കഷ്ടപ്പാട് തന്നെ നമ്മുടെ തൊഴിലാളികൾ സഹിച്ചിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വരുന്നത്. അതും ജീവൻ പണയം വെച്ചിട്ടാണ് അവരൊക്കെ ഈ തൊഴിലെടുക്കുന്നത്. ഇപ്പം തൊഴിലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആന ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അതിനെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരെ തന്നെ ഭക്ഷണങ്ങളെ കാര്യങ്ങൾ അത് കുരങ്ങെടുത്ത് വന്ന് നോക്കണം. ചിലപ്പോൾ കുരങ്ങ് വന്നിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അന്ന് അവരെ പട്ടിണിയാണ്. ആരോടും ഒന്നും പരിഭവം പറയാതെ തന്നെ അവരത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട്. നല്ല ആത്മാർത്ഥമുള്ള ജോലിക്കാരുണ്ട്. ആത്മാർത്ഥമുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാണ് നമ്മൾ നമ്മൾ ഈ പുറത്തൊക്കെ ആരുടെ ഫാമിലുള്ള കഷ്ടപ്പാട് പുറത്തുള്ളവർക്ക് ശരിക്കും അറിയില്ല. സത്യം. അപ്പോൾ അവരെ ആത്മാർത്ഥത കൊണ്ടാണ് ഇപ്പോഴും ഈ എന്താ പറയുക ഇതൊക്കെ പെറുക്കി എടുക്കുന്നതാണ്. ഈ റിസ്ക് എടുത്ത് പെറുക്കുന്നത് ഫാം മുന്നോട്ട് പോകണം. അതുവഴി അവരെ ഒരു ജീവിത നിലവാരം ഉയർത്തണം എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇൻചാർജ് എന്ന നിലയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ തൊഴിലാളികളുടെ കൂടെ ഇങ്ങനെ ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴേലും ആന ഓടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആന ഓടിക്കുന്ന സാഹചര്യം നമ്മൾ പുറത്തുനിന്ന് വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ ഒരു 5 മണിയാകുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് ചില സമയത്ത് ആന ഉണ്ടാവും. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ 6 മണി 7 മണി സമയത്തൊക്കെ ആനയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പാനിക് ആകാതെ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചില ആനകൾ നമ്മളെ മനുഷ്യന്മാരെ കാണുമ്പോൾ ഓടിക്കുന്ന ഇല്ലെങ്കിലും അറ്റാക്ക് ചെയ്യും. ചില സമയത്ത് അങ്ങനെയുള്ള ആനകളുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ജോലിക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടല്ലേ? ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഉള്ളോട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ബൈക്ക് എടുത്തിട്ടൊന്നും ഉള്ളോട്ടുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്നിക്ക് ട്രാക്ടർ അല്ലെങ്കിൽ ജീപ്പ് അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാനിപ്പം കശുവണ്ടി സംസ്കരണ യൂണിറ്റിൻ്റെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് 23 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ തുടങ്ങിയ ഒരു ഫാക്ടറിയാണിത്. ആർല ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടി മാത്രം ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു. ഈ ചുറ്റുവട്ടത്തെ ഏരിയയിലൊക്കെയാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള കശുവണ്ടിയാണ് ഇരട്ടി കശുവണ്ടി. അതായത് ആർല ഫാം ഉൾപ്പെടുന്ന ഇരട്ടി മേഖലയിലെ കശുവണ്ടിയാണ്. അതിപ്പം ഒരു 300 കിലോ കപ്പാസിറ്റിയുള്ള ഒരു ഫാക്ടറിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 300 കിലോ കശുവണ്ടി സ്റ്റീമിലാണ് കുക്ക് ചെയ്യുന്നത്. മെഷീനിൽ ഇട്ടിട്ട് സ്റ്റീമിൽ കുക്ക് ചെയ്യുന്നു. അതിനുശേഷം കട്ടിംഗ് മെഷീനിൽ ഇട്ടിട്ട്
കട്ട് ചെയ്യുന്നു. സ്റ്റീമിൽ എന്ന് പറയുമ്പോൾ സ്റ്റീമിൽ 120 ഡിഗ്രി സെന്റിഗ്രേഡിൽ സ്റ്റീം വരുമ്പോൾ അത് ഈ കശുവണ്ടിയിലേക്ക് സ്റ്റീം വിട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അത് എത്ര സമയം എടുക്കും? അത് ഒരു 12 മിനിറ്റ് എടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം 7 മണിക്കൂറിന് ശേഷമാണ് കട്ടിംഗ് മെഷീനിലിട്ട് കട്ട് ചെയ്യുന്നത്. 7 മണിക്കൂർ ഇതിൻ്റെ അത് കിടക്കും. 7 മണിക്കൂർ നമ്മൾ കശുവണ്ടി പുറത്തെടുത്തിട്ട് 7 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വേറൊരു മെഷീൻ ഉണ്ട്, വൈബ്രേറ്റർ ഉണ്ട്. വൈബ്രേറ്ററും ഒരു ബ്ലോവറെല്ലാം കൂടെ കൂടിയ ഒരു മെഷീൻ. അത് തൊണ്ടിൽ നിന്ന് കശുവണ്ടി പരിപ്പ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു മെഷീൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം പരിപ്പ് നമ്മൾ 7 മണിക്കൂർ ഓവനിൽ വെക്കും. 70 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ 7 മണിക്കൂറിന് ശേഷം അത് നമ്മൾ ഹ്യൂമിഡിഫയർ ചേർത്താണ്. ഒരു മഞ്ഞ് പോലൊരു മെഷീൻ ഉണ്ട്, മഞ്ഞുണ്ടാക്കുന്ന ഒരു ചേമ്പറുണ്ട്. അതിനകത്ത് ഒരു 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നെല്ലാം ഇച്ചിരി സോഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ ഒരു പീലിംഗ് മെഷീൻ ഉണ്ട്. ആ പീലിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് പീൽ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 2 മണിക്കൂർ ഓവന് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പാക്ക് ചെയ്യാൻ കണക്കാക്കി. അതെ, ഇത്രയും പ്രോസസ്സ് ഉണ്ട്. ഇത്രയും പ്രോസസ്സ് ഉണ്ട്. ഒരു 10 കിലോ തൊണ്ടടക്കമുള്ള ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിലോ അതിന് ഇതിൻ്റെ പരിപ്പ് കിട്ടും? 25% നമുക്ക് പരിപ്പ് കിട്ടും. 100 കിലോ നമ്മൾ റോ ക്യാഷ് ഇട്ട് ഉണ്ടാക്കുകയാണ് 25 കിലോ നമുക്ക് പരിപ്പ് കിട്ടും. നമ്മളിപ്പം 3 കാറ്റഗറി ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു 180 ഗ്രേഡ് എന്ന് പറയുന്നത്, 240, 320 ഈ 3 ഗ്രേഡിലുള്ള കശുവണ്ടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ആർല ഫാമിലെ എല്ലാം നാടൻ കശുമാവായ കാരണം അത് ചെറിയ കശുവണ്ടിയാണ്, ടേസ്റ്റ് കൂടിയ കശുവണ്ടിയാണ്, വലിപ്പം കുറവാണ്. കാരണം നമുക്ക് 320 ഗ്രേഡാണ് നമുക്ക് കാര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് തീരുമാനിക്കുന്നത്. 180 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 180 എന്ന് പറഞ്ഞാൽ 180 പരിപ്പുണ്ടെങ്കിൽ 1 പൗണ്ട്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 450 ഗ്രാമോളം വരും. അത് 180 പരിപ്പുണ്ടാണ്. അതാണ് വലിയ പരിപ്പ്. പിന്നെ 1 പൗണ്ട് 240 എണ്ണം ഉണ്ടെങ്കിൽ 240 ഗ്രേഡായി. ചെറിയ പരിപ്പാകുമ്പോൾ 1 പൗണ്ട് 320 എണ്ണമെങ്കിലും ആവറേജ് നമുക്ക് കിട്ടണം. അപ്പോൾ അതാണ് 3 ഗ്രേഡ് ആയിട്ടുള്ളത്. വലിപ്പത്തിനനുസരിച്ചാണ്. ടേസ്റ്റ് എല്ലാത്തിനും സെയിം ആയിരിക്കും. ഏത് ഗ്രേഡായാലും ടേസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ അതിനുശേഷം ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഫാമിനകത്ത് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റ് കൊടുക്കാനുള്ള കശുവണ്ടി നമുക്കുള്ളൂ. ഇപ്പോൾ ഫാമിനകത്ത് ആനശല്യം കാരണം കശുമാവിൽ ഏകദേശമൊക്കെ പോയി റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളിൽ. നേരത്തെ ഉണ്ടെന്ന കശുമാവിൽ നമുക്ക് ഏകദേശം ഒരു 20-30 ടണ്ണോളം കശുവണ്ടിയെ കിട്ടുന്നുള്ളൂ. അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് നമുക്ക് പറ്റുന്നുണ്ട്. ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള കശുവണ്ടി നമുക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട്. അത് ഈ ലൊക്കാലിറ്റി തന്നെ നമുക്ക് വിൽപ്പനയിൽ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇനി വളവും വിഷവും അങ്ങനത്തെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. ഒരു കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല, ഒരു പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നില്ല. ഫസ്റ്റ് ക്വാളിറ്റിക്ക് 1 കിലോയ്ക്ക് ഇപ്പം എത്ര രൂപയ്ക്ക് ഇവിടെ? ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ 180 ഗ്രേഡിൻ്റെ 1300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 240-യുടെ 1200-ഉം 320-യുടെ 1000-ത്തിനാണ് നിലവിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നതും പലതും ഈ മാനുഫാക്ചർ ചെയ്ത് വരുന്ന ക്യാഷ് പോലും ഉണ്ടല്ലേ? അതെ, പുറത്തുനിന്ന് വരുന്നതെല്ലാം ആഫ്രിക്കൻ രണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന കശുവണ്ടി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന കശുവണ്ടിയിൽ എന്നാലും നമ്മൾ മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കശുവണ്ടി പീസായി പോകും. അതെല്ലാം പീസായിട്ട് വീണ്ടും അരച്ചിട്ട് അവർ കുറച്ച് മൈദയും കൂടെ കൂട്ടിയിട്ട് പ്രത്യേക മോൾഡിലിട്ടിട്ട് പരിപ്പായിട്ട് വരുന്നതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നില്ല. നമ്മൾ പീസായിട്ട് തന്നെ വിൽപ്പന നടത്തുന്നു. വേറെ ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. 100% നാച്ചുറലാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ആർലം ഫാമിംഗ് കോർപ്പറേഷൻ്റെ ആർലം കാഷ്യൂസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നമ്മൾ ആ ഫീൽഡിൽ പോയി അവരെങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നതെന്നും എത്ര റിസ്ക് എടുത്താണ് അത് കളക്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ടേസ്റ്റുള്ള ഏറ്റവും ശുദ്ധമായിട്ടുള്ള പ്യൂറസ്റ്റ് ആയിട്ടുള്ള കാഷ്യൂ തന്നെയാണ് ആർലം കാഷ്യൂസ് എന്ന് പറയുന്നത്. ഒരു വളമോ ഒരു വിഷമോ ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ കാഷ്യൂസിനൊക്കെ നല്ല രീതിയിൽ വിഷമൊക്കെ പല ഭാഗങ്ങളിലും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ കാസർഗോഡൊക്കെ കണ്ട എൻഡോസൾഫാൻ പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ഫാമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കാട്ടാന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്നത് പെറുക്കി എടുക്കുക എന്നുള്ള ഒരു പോളിസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫൈനായിട്ടുള്ള കാഷ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒരു മായവും ചേർക്കുന്നില്ല കേട്ടോ. വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നതും. വളരെ ടേസ്റ്റുള്ള വളരെ ഗുണമുള്ള കാഷ്യൂസാണ്. നമുക്ക് ഇവിടെയുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ ഇതെല്ലാം വാങ്ങിക്കാവുന്നത്. ഏതായാലും നമ്മളത് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് മുതൽ അത് പ്രോസസ്സ് ചെയ്യുന്നതിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കേട്ടോ. ഈ ഒരു എപ്പിസോഡിനായിട്ട് നമ്മളെ സഹായിച്ച ആർലം ഫാമിൻ്റെ അഡ്മിൻ നിധി സാറിനും ഒരു നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തോടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചതും അദ്ദേഹമാണ് അനുവാദം തന്നതും. അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.